നമസ്കാരം. പോയ പ്രതാപം ഒരു തരത്തിൽ തിരികെ കൊണ്ടുവരാനുള്ള ഭഗീരഥ പ്രയത്നത്തിലായിരുന്നു കോൺഗ്രസിലെ നേതാക്കന്മാർ. അതിൽ കത്തിൽ നിന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്നെ കടക്കലാണ് ലൈംഗികാരോപണവും പരാതികളും ഒക്കെ കൂടി കത്തിവെച്ചത്. എന്നാൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തുരയ്ക്കാൻ പിന്നിൽ നിന്ന് കുത്തിയതാണെന്നും കള്ളന്മാർ കപ്പലിൽ തന്നെയാണെന്നുമുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള പുതിയ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ അന്വേഷണം വഴിതെറ്റിക്കാൻ വ്യാജ പരാതികളെന്ന് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയും ഗൂഢാലോചന നടത്തി എന്നാണ് ആരോപണം. കോട്ടയം സ്വദേശിനിയായ ജീന സജി തോമസ് ആണ് പരാതി നൽകിയത്. ഇവർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ജീന പോലീസിൽ പരാതി നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നാണ് ജീനയുടെ പരാതിയിൽ പറയുന്നത്. ഇതിന് പിന്നിൽ സതീശനും ചെന്നിത്തലയുമാണ് എന്നും ജീന ആരോപിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി തകർക്കാനാണ് ഇരുവരും ശ്രമിച്ചത്. അതിനുവേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാതിക്രമ ആരോപണങ്ങളും പരാതികളും സൃഷ്ടിച്ചുവെന്നും ജീന പറയുന്നു. ഇതനുസരിച്ച് യുവതിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. എന്നാൽ യുവതിയുടെ ആരോപണങ്ങൾ ക്രൈംബ്രാഞ്ച് ഗൗരവത്തിൽ എടുത്തിട്ടില്ല. അന്വേഷണം വഴിതെറ്റിക്കാനാണ് യുവതിയുടെ ശ്രമമെന്നാണ് പോലീസ് കരുതുന്നത്. യുവതിക്കെതിരെ വിസ തട്ടിപ്പ് അടക്കമുള്ള കേസുകൾ ഉണ്ട് എന്നുള്ള പരാതിയും മൊഴികളും ഗൗരവത്തിലെടുക്കേണ്ടതാണ് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യുവതിക്കെതിരെ 2 കേസുകളാണുള്ളത്. ഒന്ന് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കന്നഡയിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി പറ്റിച്ചു എന്നതാണ് കേസ്. ഇതിന്റെ കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു കേസ് ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. ബാങ്കിൽ പണം തട്ടിച്ചുവെന്നാണ് യുവതിക്കെതിരായ കേസ്. യുവതിക്കെതിരെ കേസുകളുള്ള പശ്ചാത്തലത്തിൽ ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ആധികാരികത ഇല്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതേസമയം ജീനയ്ക്ക് കോൺഗ്രസുമായി ബന്ധമില്ല എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ജീനയുടേത് പെയ്ഡ് പരാതിയാണ് എന്നും നേതാക്കൾ ആരോപിക്കുന്നു. അതിനിടെ രാഹുലിനെതിരായ കേസിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക തെളിവുകൾ ലഭിച്ചതായുള്ള വിവരങ്ങളും പുറത്തുവന്നു. ഗർഭചിത്രത്തിന് യുവതിക്ക് മരുന്നെത്തിച്ച് നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ യുവ വ്യവസായിയാണെന്നുള്ള വിവരമാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. അശാസ്ത്രീയ ഗർഭചിത്രം നടന്നത് 4ാം മാസമാണ്. രാഹുലിനൊപ്പം വ്യവസായിയും ഗർഭചിത്രത്തിന് യുവതിയെ ഭീഷണിപ്പെടുത്തിയതായാണ് വിവരം. വ്യവസായി യുവതിയെ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. പത്തനംതിട്ട സ്വദേശിയാണ് രാഹുലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന യുവ വ്യവസായി. ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ വിശദമായ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുലിനെതിരെ തെളിവുകൾ ശേഖരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് രാഹുലിന് പുറമെ മറ്റൊരാൾ കൂടി യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നുള്ള വിവരം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത്. കേസിൽ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളും ക്രൈംബ്രാഞ്ച് തുടരുകയാണ്. ഇന്നലെ നടി റിനി ആൻഡ് ജോർജിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. രാഹുലിനെതിരായ നടപടികൾക്ക് തുടക്കമിട്ടതിന് റിനിയുടെ വെളിപ്പെടുത്തലുകൾ വലിയ പങ്കുവഹിച്ചു. രാഹുൽ അയച്ച അശ്ലീല സന്ദേശങ്ങളുടെ പകർപ്പ് നടി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. റിനിക്ക് പുറമെ പരാതിക്കാരായ 11 പേരുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നുണ്ട്. ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പരാതിക്കാരായ മറ്റ് 11 പേരുടെ മൊഴിയും രേഖപ്പെടുത്തും. യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നായിരുന്നു റിനി നേരത്തെ വെളിപ്പെടുത്തിയത്. രാഹുലിന്റെ പേര് റിനി പറഞ്ഞിരുന്നില്ല. ഒരു യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചെന്നും 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്നുമായിരുന്നു റിനി പറഞ്ഞത്. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാവരുതെന്ന് ഉപദേശിച്ചുവെന്നും ഹു കെയേഴ്സ് എന്നതായിരുന്നു അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്നും റിനി പറഞ്ഞിരുന്നു. പേര് പറയാതെയായിരുന്നു റിനിയുടെ വെളിപ്പെടുത്തലെങ്കിലും രാഹുലിനെ ഉദ്ദേശിച്ചുള്ള പരാമർശമാണ് നടത്തിയെന്ന ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു. തൊട്ടു പിന്നാലെ രാഹുലിനെതിരെ വിമർശനവുമായി എഴുത്തുകാരി ഹണി ഭാസ്കറും രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്നും ഇത് തുറന്നു കാട്ടിത്തന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണെന്നുമായിരുന്നു ഹണി ഭാസ്കർ പറഞ്ഞത്. സംഭവം വലിയ വിവാദമായി മാറുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ ട്രാൻസ് വിമണും BJP നേതാവുമായ അവന്തികയും രാഹുലിനെതിരെ രംഗത്തെത്തി. ഇതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം അടക്കം പുറത്തു വന്നു. ഹൈക്കമാൻഡും കൈയൊഴിഞ്ഞതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ഇതിനുശേഷം രാഹുലിനെതിരെ ആരോപണങ്ങൾ പുറത്തു വന്നു. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണമായിരുന്നു പുറത്തു വന്നത്. ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ രാഹുലിനെതിരായ കുരുക്ക് മുറുകി. ഇതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയും രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. രാഹുൽ പെട്ടാലും ഇനി ഗൂഢാലോചന നടത്തിയത് സത്യമെന്ന് തെളിഞ്ഞ് മുതിർന്ന നേതാക്കന്മാർ കുടുങ്ങിയാലും കോൺഗ്രസിനെ വെളുപ്പിക്കാൻ കുറച്ച് പാടുപെടുമെന്ന കാര്യം ഇതോടെ ഉറപ്പായി.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച